നമസ്കാരം. പ്രതിരോധ രംഗത്തെ ഒരു പ്രധാന ശേഷി വർധനയിൽ പാകിസ്ഥാൻ ഫ്രണ്ടിന് സമീപമുള്ള ജോധ്പൂരിലെ മരുഭൂമി സെക്ടറിൽ ഇന്ത്യൻ സൈന്യം വെള്ളിയാഴ്ച ആദ്യത്തെ അപ്പാച്ചെ ആക്രമണ ഹെലികോപ്റ്റർ സ്ക്വാഡ്രൺ ഉയർത്തി. ഡയറക്ടർ ജനറൽ ഇന്ത്യൻ ആർമി ഏവിയേഷൻ ലഫ്റ്റനന്റ് ജനറൽ അജയ് സൂരിയുടെയും യഥാർത്ഥ നിർമ്മാതാക്കളായ ബോയിങ്ങിലെ ഉദ്യോഗസ്ഥരുടെയും മറ്റ് മുതിർന്ന ഉദ്യോഗസ്ഥരുടെയും സാന്നിധ്യത്തിലാണ് ഇന്നലെ ജോധ്പൂരിൽ സ്ക്വാഡ്രൺ ഉയർത്തിയതെന്ന് ഇന്ത്യൻ ആർമി ഉദ്യോഗസ്ഥർ ANIയോട് പറഞ്ഞു. ഇന്ത്യൻ ആർമി അപ്പാച്ചെ ഹെലികോപ്റ്ററുകൾ വളരെ മികച്ച രീതിയിൽ പ്രവർത്തിക്കുമെന്നും ഈ വർഷം മെയ് മാസത്തോടെ ആദ്യ ബാച്ച് ഹെലികോപ്റ്ററുകൾ വന്ന് ഈ ശ്രേണിയിൽ ചേരുമെന്നും അവർ പറഞ്ഞു. നിലവിലുള്ള ആഗോള സുരക്ഷാ സാഹചര്യം കണക്കിലെടുത്ത് അല്പം കാലതാമസമുണ്ടെങ്കിലും അവ ഇപ്പോൾ ട്രാക്കിലാണെന്ന് അധികൃതർ പറഞ്ഞു. നേരത്തെ US-ൽ നിന്ന് 6 അപ്പാച്ചെ ഹെലികോപ്റ്ററുകൾ സ്വന്തമാക്കാനുള്ള കരാറിൽ ഇന്ത്യൻ സൈന്യം ഒപ്പുവെച്ചിരുന്നു. ടാങ്കുകൾ ഇൻ ദി എയർ എന്നും അറിയപ്പെടുന്ന ഈ നൂതന ആക്രമണ ഹെലികോപ്റ്ററുകൾ ഇന്ത്യൻ എയർഫോഴ്സിന്റെ ഹിൻഡൻ എയർഫോഴ്സ് സ്റ്റേഷനിൽ ഇറങ്ങുകയും മെയ് മാസത്തിൽ ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിക്കടുത്തുള്ള ജോധ്പൂരിൽ വിന്യസിക്കുകയും ചെയ്യുമെന്നും ഉദ്യോഗസ്ഥർ കൂട്ടിച്ചേർത്തു. നിലവിൽ ധ്രുവ്, ചേതക് തുടങ്ങിയ യൂട്ടിലിറ്റി ഹെലികോപ്റ്ററുകൾ പ്രവർത്തിപ്പിക്കുന്ന ആർമി ഏവിയേഷൻ കോർപ്സ് കഴിഞ്ഞ വർഷം അസമിലെ മിസമാരിയിൽ തദ്ദേശീയമായി വികസിപ്പിച്ച ലൈറ്റ് കോംബാറ്റ് ഹെലികോപ്റ്ററുകൾ പ്രജന്റിനെ ഉൾപ്പെടുത്തിയിരുന്നു. കിഴക്കൻ പടിഞ്ഞാറൻ മുന്നണികളിൽ വിന്യസിച്ചിട്ടുള്ള 22 അപ്പാച്ചെ ഹെലികോപ്റ്ററുകളുടെ ഒരു ശ്രേണി ഇന്ത്യൻ വ്യോമസേന ഇതിനകം പ്രവർത്തിപ്പിക്കുന്നുണ്ട് എന്നതും ശ്രദ്ധേയമാണ്. അപ്പോൾ അങ്ങനെ ഇന്ത്യ കൂടുതൽ കരുത്തു പ്രാപിക്കുകയാണ്. അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നന്ദി.